ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് ചെന്നൈയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇപ്രാവശ്യം കാർ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ വാൾപ്പാറയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. രാത്രി 10:30 ആയപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏതാണ്ട് ഒരു 8:30 ആയപ്പോൾ ഞങ്ങളിവിടെ വാൾപ്പാറ എത്തി. അപ്പോൾ ഈ കാണുന്നത് ഡാമാട്ടോ, ഡാമാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആനമലൈ ടൈഗർ റിസർവിലേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ വേ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ജംഗിൾ സ്റ്റേ റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത് ഈ ആനമലൈ ടൈഗർ റിസർവിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പം നമ്മൾ താഴെ കാറ് നിർത്തണം കേട്ടോ. താഴെ കാറ് നിർത്തിയിട്ട് അവരുടെ ജീപ്പ് വരും. ഒരു 2 കിലോമീറ്റർ മേലേക്ക് ഒരു ഓഫ് റോഡിങ് ആണ്. കുഴപ്പമില്ലാത്തൊരു റോഡാണ്. പിന്നെ പ്രത്യേകിച്ച് സെക്യൂർ പാർക്കിംഗ് ഒന്നും ഇല്ല. റോഡ് സൈഡ് തന്നെയാണ് പാർക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാറിന് പറ്റിയിട്ടില്ല. അപ്പോൾ അവർ തന്നെ നമ്മളെ ലഗേജൊക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മേലോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു ഡേ അവിടെയാണ്. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കായിരുന്നു. പിന്നെ ഈവനിങ് തൊട്ട് അവരെ പാക്കേജിൽ ഇൻക്ലൂഡ് ആവും കേട്ടോ. ടീ തൊട്ട് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇൻക്ലൂഡ് ആവും. അപ്പം നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ അടുത്ത് അവിടെ വെള്ളച്ചാട്ടം കാണുന്നില്ലേ, ചെറിയൊരു വെള്ളം ഒഴുകുന്ന. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആന വന്നിരുന്നു എന്ന് അവർ പറഞ്ഞ കഴിഞ്ഞ ദിവസം. ആനേനെ എന്തായാലും കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവർ വരുമ്പോൾ തന്നെ പറഞ്ഞു ആനേനെ കാണാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന്. അത്ര അടിപൊളിയാണ്. പിന്നെ റിസോർട്ട് ഓക്കെയാണ്. വ്യൂ എല്ലാം സൂപ്പർ ആവുമ്പം റിസോർട്ട് അത്രയ്ക്ക് ബെസ്റ്റ് ആവാറില്ല. അപ്പം എല്ലാം അതൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആണ്, പക്ഷേ ഭയങ്കര ലക്ഷറിയോ ഒന്നുമല്ല. ഇതാണ് റൂം. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൽ 4 പേർക്ക് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ പാരൻസിന് 2 കുട്ടികൾക്കും നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആയിരുന്നു. പിന്നെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഫോറസ്റ്റൊക്കെ അല്ല ഇങ്ങനത്തെ സ്റ്റേയിലൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ, സോപ്പും ടവലൊന്നും അവർ പ്രൊവൈഡ് ചെയ്തില്ല. ചോദിച്ചാലും അവർ തരാൻ റെഡിയാണ്. എന്നാലും ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ. നേരത്തെയാണ് റിസോർട്ടിലെത്തിയത്. അപ്പോൾ ഏർലി ചെക്കിനൊന്നും അത്ര വലിയ ഇഷ്യൂ അല്ല തോന്നുന്നു. ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തീരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തപ്പോഴാണ് കോഫി ടീ എല്ലാം കിട്ടി. ഇവിടെ തൊട്ടാണ് ഇവരുടെ ഫുഡിൻ്റെ എല്ലാം പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് വാക്ക് ഉണ്ട്. ഈവനിങ് വാക്ക് ഒരാൾ നമ്മുടെ ഒപ്പം കൂടെ വരും. ബാക്കിയുള്ള ഗസ്റ്റും എല്ലാവരും ചുറ്റും ഒന്ന് നടക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് ഡിന്നർ എത്തി. ഡിന്നറും ഓക്കെ ആയിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ചപ്പാത്തി. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നൈറ്റ് സഫാരി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വരുന്നോ ചോദിച്ചു. നൈറ്റ് സഫാരീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മേ ബി പ്രൈസൊക്കെ ഓരോ സീസണിൽ വേരി ചെയ്യുമായിരിക്കും. അപ്പോൾ ഞങ്ങളെ റേറ്റ് വേണമെങ്കിൽ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നൈറ്റ് സഫാരിൻ്റെ സമയത്ത് ഇവർ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ആനിമൽസ് ഇതിലേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പോൾ ആന, പിന്നെ ബൈസൺ, മാന്, അങ്ങനെ ഓരോന്നാണ് കണ്ടത്. അപ്പോൾ അവരുടെ ഐസ് ഇങ്ങനെ ഷൈൻ ചെയ്യുക, ആനിമൽസിൻ്റെ കണ്ണിങ്ങനെ തിളങ്ങുന്ന നോക്കിയിട്ടാണ് ഇവർ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആനേനെയൊക്കെ ആദ്യം കണ്ടപ്പോൾ പാറയാണോ എന്നാണ് തോന്നിയത്. കാരണം ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് തന്നെ അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഒന്നും. കാരണം അത്രയേ കിട്ടുള്ളൂ വീഡിയോസിലൊക്കെ ക്ലാരിറ്റി. പിന്നെ ഈ സഫാരി കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ബ്രഷൊക്കെ ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ തന്നെ ഒന്ന് ചുറ്റും നടന്നു പോകാൻ വിചാരിച്ചു, ഇതിൻ്റെ റിസോർട്ടിൻ്റെ ചുറ്റും. ആന ഇറങ്ങുന്ന സ്പോട്ടായതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും പോകരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ തേയില നുള്ളുന്ന ഇവരെ പിന്നാലെയായിരുന്നു ഇങ്ങനെ പോയത്. അപ്പോൾ ഇവരാ ഞങ്ങൾക്ക് ആനേനെ കാണിച്ചു തന്നെ കേട്ടോ. ഫസ്റ്റ് മനസ്സിലായിട്ടേ ഉണ്ടായില്ല. കാരണം കളറിൽ നമുക്കത് മനസ്സിലാവില്ല മരത്തിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പം അത് അനങ്ങുന്നതൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെ 2 പിള്ളേരും കുറച്ച് ഗസ്റ്റും കൂടെ ആനേനെ കാണാൻ വന്നിട്ടുണ്ട്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആന വന്നോ, ആന അതിലേ പോയോ, ആന എവിടെ ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ആന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണാൻ വന്നപ്പോൾ ഞങ്ങളെയും കൂടെ വിളിച്ചു. ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നടന്നിട്ട് ഞങ്ങൾ ആനേൻ്റെ അടുത്ത് വരെ കണ്ടു. അടുത്ത് പോയി കണ്ടു കേട്ടോ. 2023 ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു അനുഭവമായിരുന്നു ഇത്. അവിടെ ഒരു താഴ്ച ഉണ്ട്. അപ്പോൾ ആനയ്ക്ക് എന്തായാലും ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് നല്ല ധൈര്യത്തോടെ നോക്കി.
പോകുന്നത്. അട്ടല്ലേ ഇപ്പം രാവിലെ ഒരു ടീയും കുടിച്ച് ആനേനെ കാണാൻ പോയതായിരുന്നു. പിന്നെ അങ്ങനെ നടന്നിട്ട് ഷോളയാർ ഡാമിലെത്തി. അങ്ങനെ തിരിച്ച് ഈ തേയിലത്തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അങ്ങനെ റിസോർട്ടിലേക്ക് വന്നു. ഇപ്പോൾ സമയം 9:30 ആയിട്ടോ. 8:30 ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട, പൊങ്കൽ ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. കാലിലട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ക്ലീൻ ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ചെക്കൗട്ടിന് വേണ്ടി റെഡിയായി. ഒരു 12:30 ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. 2 ഫാമിലീനെ ചേർത്തിട്ട് അങ്ങനെ ജീപ്പിൽ നമുക്ക് താഴോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. ജീപ്പ് അങ്ങനെ താഴെ കാറ് പാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാറൊക്കെ സേഫായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മേലെ ജിയോയും BSNLനും മാത്രമേ റേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പേയ്മെൻറ്റ് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോണിൽ അതിൻ്റെയൊക്കെ തിരക്കായപ്പോൾ വീഡിയോ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വാക്കിങ്ങിൽ പോയിട്ട് കണ്ട ഷോളയാർ ഡാമിൻ്റെ ആ വ്യൂ ആട്ടോ. ഇപ്പോൾ റോഡിലൂടെ പോകുമ്പം ഞങ്ങൾ ആ വ്യൂ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് അങ്ങനെ മലക്കപ്പാറ വഴി നാട്ടിലേക്ക് പോവുകയാണ്. Thanks for watching.